Hi, I welcome you all to the 8th episode of King's Mindset. കിങ്സ് മൈൻഡ് സെറ്റിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പ് ജേർണി ഫ്രം ആൻ ഓർഡിനറി മൈൻഡ് സെറ്റ് ടു കിങ്സ് മൈൻഡ് സെറ്റ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ നിങ്ങളുടെ മേഖലയിൽ നമുക്കൊരു ഗെയിം ചേഞ്ചർ ആകാം. ഗെയിം ചേഞ്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്ന 4 ഏരിയകളെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഹൗ ടു ഡൊമിനേറ്റ് ഇൻ യുവർ ഇൻഡസ്ട്രി. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെ നിങ്ങൾക്ക് രാജാവാം, എങ്ങനെ ഡൊമിനേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ക്യാപിറ്റലൈസേഷൻ IQ, നിങ്ങളുടെ IQനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ രാജാവാന് ഒന്നാമതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഇസ് എ പ്രിസൈസ് പ്രോസസ് വേഴ്സസ് നാച്ചുറൽ ഗിഫ്റ്റ്. വേൾഡ് ക്ലാസ് ആവാന്ന് പറഞ്ഞാല്, നിങ്ങളുടെ മേഖലയിൽ രാജാവ് ആവാന്ന് പറഞ്ഞാല് അതൊരു അക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. മറിച്ച് പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛന്റെ അടുത്തുനിന്നോ അമ്മയുടെ അടുത്തുനിന്നോ അതുമല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേയുടെ അടുത്തുനിന്നോ ജനറ്റിക്കലി കിട്ടുന്നതല്ല ആക്ച്വലി ജീനിയസ് എന്ന് പറഞ്ഞാല്. ഹു ഇസ് എ ജീനിയസ്? ആക്ച്വലി എ ജീനിയസ് ഈസ് 10% ടാലന്റ് ആൻഡ് 90% ഡിസിപ്ലിൻ. 10% ടാലന്റും 90% ഡിസിപ്ലിനുമാണ് ഒരാളെ തന്റെ മേഖലയില് രാജാവാക്കുന്നത്. എ ജീനിയസ് ഈസ് ലെസ് അബൌട്ട് ജെനറ്റിക്സ് ആൻഡ് മോർ അബൌട്ട് പ്രാക്ടീസ്. ഒരു ജീനിയസ് ആവെന്ന് പറഞ്ഞാല് ലെസ് അബൌട്ട് ജെനറ്റിക്സ് ആൻഡ് മോർ അബൌട്ട് പ്രാക്ടീസ്. വളരെ കുറച്ചാണ് ജെനറ്റിക്കലി അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, മറിച്ച് പ്രാക്ടീസ് ആണ് ഒരാളെ ജീനിയസ് ആക്കുന്നത്. ദ ബെസ്റ്റ് പെർഫോമർ ഇസ് നോട്ട് മോർ ടാലന്റഡ് ദാൻ യു. ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിലും കൂടുതൽ ടാലന്റഡോ അതല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയോ ഉള്ള ആളാവണമെന്നില്ല. മറിച്ച് ദ ബെസ്റ്റ് പെർഫോമർ ഇസ് ദ വൺ ഹു പ്രാക്ടീസസ് ദ മോസ്റ്റ് ആൻഡ് സ്റ്റേസ് ഓൺ ദ പാത്ത് ദ ലോങ്സ്റ്റ്. തന്റെ മേഖലയിൽ വ്യതിചലിക്കാതെ ഫോക്കസ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഒരു മേഖലയില് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് മാറുന്നത്. അത് നിങ്ങളുടെ കോളേജിലാവട്ടെ, നിങ്ങളുടെ സ്കൂളിലാവട്ടെ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലാവട്ടെ, ഒരാൾ ബെസ്റ്റ് പെർഫോമർ ആവുന്നത് അത് അവൻ നിങ്ങളെക്കാട്ടിൽ ബുദ്ധിയോ അതല്ലെങ്കിൽ ടാലന്റ് ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ മേഖലയില് ജീനിയസ് ആവുന്നത്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ ഒരു റിവ്യൂ അനുസരിച്ച് ഇഫ് യു ഇൻവെസ്റ്റ് 10,000 hours in a particular craft, you can be a genius, you can be a king in your industry. നിങ്ങളുടെ മേഖലയിൽ 10,000 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ ഒരു മൈക്കിൾ ആഞ്ചലോയോ അല്ലെങ്കിൽ ഒരു പിക്കാസോയോ അതല്ലെങ്കിൽ ഒരു ഷേക്സ്പിയറോ ആവാമെന്നുള്ളതാണ് ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ റിവ്യൂ അനുസരിച്ച്. എന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂറും 44 മിനിറ്റും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് 10 years to become a king in your industry. നിങ്ങളുടെ മേഖലയിൽ രാജാവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറും 44 മിനിറ്റും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 കൊല്ലം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ ജീനിയസ് ആവാം. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം എ ജീനിയസ് വിത്തിൻ 3 years യു ഹാവ് ടു ഇൻവെസ്റ്റ് 9 hours, which means ഒരു ദിവസം 9 മണിക്കൂറോ 10 മണിക്കൂറൊക്കെ നിങ്ങളുടെ ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ബി എ ജീനിയസ് വിത്തിൻ വെരി ഷോർട്ട് ടൈം. മേ ബി ഒരു 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ലോകം കീഴടക്കണമെങ്കിൽ, നിങ്ങളുടെ മേഖലയിൽ ജീനിയസ് ആവണമെങ്കിൽ നിങ്ങൾ അത്രമാത്രം 10,000 നിങ്ങളുടെ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക.